രാവിലെ എനിക്കൊരു കട്ടൻ ചായ നിർബന്ധം കേട്ടോ. രാവിലെ നീറ്റ ഉടനെ ഒരു കട്ടൻ ചായ ഒരു അര ഗ്ലാസ് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ കോഴി കഞ്ചാവടിച്ച പോലെ. പിന്നെ ചിലർ അസൂയക്കാരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഞാൻ രാവിലെ കട്ടൻ ചായ കുടിച്ചിട്ടാണ് കറുത്ത് പോണതെന്നൊക്കെ കേട്ടോ. അപ്പോൾ മൊയ്തീനെ എനിക്കൊരു വിഷമൊന്നുമില്ല. കട്ടൻ ചായ ഒഴിവാക്കിയൊരു ജീവിതം, വെളുത്ത ജീവിതം എനിക്ക് വേണ്ട. അപ്പം ഇങ്ങനെ രാവിലെ ഈ തള്ളി മറിക്കൽ കേട്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായില്ല എൻ്റെ വീട്ടിൽ നിന്ന് പുട്ടാണെന്ന്. പുട്ടും കടലയാണ് കേട്ടോ. കടലയ്ക്ക് ഇത്തിരി വിറ്റാമിൻസ് കൂടുതലാട്ടോ ഒന്ന്. കാരണം ഇന്നലെ രാവിലെ വെള്ളത്തിലിട്ടതാണ് ഞാൻ. ഒരു തേങ്ങണ്ട് പൊളീൻ തന്നെയല്ല, എന്തൊരു അഹങ്കാരം എനിക്ക്. അങ്ങനെ ലാസ്റ്റ് പൊളിച്ചെടുത്ത് ചിരകിയെടുത്ത് ഞാൻ പുട്ടക്ക് തേങ്ങ ഇട്ടു. പിന്നെ പുറകിൽ നിന്ന് കുത്തിയാൽ വരുന്നല്ലേ പുട്ടക്ക് തേങ്ങ അല്ല പൊടി ഇട്ടു. ആദ്യം തേങ്ങ ഇട്ടു, പിന്നെ പൊടി ഇട്ടു, പിന്നെ തേങ്ങ ഇട്ടു. അങ്ങനെ ഇട്ടോ പുട്ടുണ്ടാക്കിയത്. അങ്ങനെ തന്നെയല്ല പുട്ടുണ്ടാക്കിയ ചില്ലിട്ടു ആദ്യം ഇട്ടോ. എന്നിട്ട് പുറകിൽ നിന്ന് കുത്തി വരുന്ന നല്ല അമ്മയെ അങ്ങനെ പുട്ടും കടലൊക്കെ തയ്യാറാക്കി ലെവലതാണ് പുട്ടുണ്ടാക്കിട്ടോ. ഞങ്ങളെന്നും നല്ല പൈസക്കാരായതുകൊണ്ട് ഞങ്ങൾ സ്റ്റീമേഡ് അജ്മിയും പുട്ടുപൊടിയായിട്ട് വാങ്ങുക. അതിന് നല്ല വിലയാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. പൈസ ഒരു 5-6 പോയാലെന്താ, വായക്ക് രുചിയുള്ളത് വലുതും ഉണ്ടാക്കി തിന്നാലോ അത് വിചാരിച്ചാൽ, അല്ലാതെ ഒന്നുമല്ല. പൈസ ഇത്തിരി അധികം ഉണ്ടെങ്കിലും എനിക്ക് പിശുക്കത്തരം കുറച്ച് കൂടുതലാണ്. അപ്പം ഞാൻ ബാക്കിയുള്ള കുക്കർ ഞാൻ കൊടുന്ന് അടുപ്പത്ത് വെച്ചിട്ടോ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അത് വഴറ്റുണ്ടാക്കി. അങ്ങനെ ജബ കറി വേഗം തയ്യാറാക്കാൻ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ കടലക്കറി കഴുകി വൃത്തിയാക്കി സുന്ദരി മണികളായി കണ്ടോ. തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി. പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ കൂട്ടത്തോടെ ഇട്ട് കൊടുത്തിട്ടോ. വേഗം ആട്ടി വെച്ചിട്ട് കാക്കുവിന് പണിക്ക് പോകാൻ നേരം വഴിക്കണം. അപ്പോൾ വേഗം വെള്ളം ഒഴിച്ച് കടലോടൊപ്പം ഒന്ന് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളൻകിഴങ്ങ് കൂടെ ഇട്ട് കൊടുത്തിട്ടോ. തേങ്ങ അരയ്ക്കുന്നില്ല അതിലേക്ക്. അങ്ങനെ കുക്കർ സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ പുട്ട് റെഡിയായി. ഇതാക്കണ്ടോ നല്ല സുന്ദരി അജ്മി പുട്ട് റെഡിയായി. പിന്നെ ഒരു കഷ്ണം പുട്ടും എടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് കറി ഒഴിച്ച് പുട്ടും കടലക്കറിയും കൂടെ ഞാൻ തട്ടി. പിന്നെ തട്ടിയവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പോകണ്ടോ. ചോറിന് നന്ദി വേണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച്